SIR സംബന്ധിച്ചുള്ള പലവിധത്തിലുള്ള ചർച്ചകളും വാദങ്ങളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും SIRനെയും വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇട്ടിരിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യിപ്പിക്കുകയാണ് കേരള പോലീസ്. ഇന്ന് നോക്കുകയാണെങ്കിൽ പല മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇട്ട പല പോസ്റ്റുകളും ഇതിനോടകം നീക്കം ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ധ്രുവ് റാഠി ഉൾപ്പെടെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും വളരെ വിദഗ്ധമായി തന്നെ അല്ലെങ്കിൽ വളരെ വിശദമായി തന്നെ അവരൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. പലരും ഇപ്പോഴും സംസാരിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ദേശീയ തലത്തിലൊക്കെയുള്ള ആക്ടിവിസ്റ്റുകളുടെ പല പോസ്റ്റുകളും അങ്ങനെ തന്നെ പല വിമർശനങ്ങളും അതുപോലെ നിലനിൽക്കുന്നതിനിടയിലാണ് കേരളത്തിൽ ഇത്തരത്തിൽ നിർബന്ധിച്ച് അല്ലെങ്കിൽ ഈ പോസ്റ്റുകളൊക്കെ അതിനെതിരെയുള്ള പോസ്റ്റുകളൊക്കെ വിമർശനങ്ങളൊക്കെ നീക്കം ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പലരും അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കേരള പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഒരു മറുപടി. എന്തുകൊണ്ട് ഇത് ഈ സമയത്ത് എന്നതാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്. നിഷാദ്, ഇതിപ്പോൾ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഇത്ര ധൃതിപ്പെട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിമർശന പോസ്റ്റുകളൊക്കെ ഒഴിവാക്കിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, SIRമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു വന്നിരിക്കുന്ന ജെന്യുവനായിട്ടുള്ള ഒരു ചോദ്യവും കൺസേണും അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകമായി കാണേണ്ട കാര്യമാണ്. SIR ഇപ്പോൾ നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണെന്നും അത് നടപ്പിലാക്കുന്ന വഴി അനീതി നിറഞ്ഞതാണെന്നും സാങ്കേതികമായി പ്രശ്നമുള്ളതാണെന്നും പല കുറി ആളുകൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബീഹാർ മുതൽ ഇങ്ങോട്ട് ആളുകളെ വെട്ടിക്കളയുകയാണ് ഭയങ്കരമായിട്ട്, ആളുകൾ അറിയിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അതിലുപയോഗിച്ച് അതിൻ്റെ ക്രൈറ്റീരിയ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. SIR വഴി പുറത്തുപോയ ആൾക്കാരെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഞങ്ങൾ എങ്ങനെ പുറത്തുപോയി എന്ന ക്വസ്റ്റ്യൻ അവർ ചോദിക്കാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. മരിച്ച എന്ന പേരിൽ വെട്ടിക്കളഞ്ഞ ആൾക്കാർ സുപ്രീം കോടതി പോയി ഞങ്ങൾ മരിച്ചിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ SIR എന്ന പ്രോസസ്സിൻ്റെ ഗുണഭോക്താവ് ഒരു പാർട്ടിയും ബാക്കി എല്ലാവരും ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്ന പ്രശ്നം ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പുറത്തു പോകുന്നുള്ള സങ്കടവും ആദ്യം അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ പങ്കുവയ്ക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. സോ SIR എന്നത് പൂർണ്ണമായും ഇന്ത്യയിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയാത്തൊരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണെന്ന് അതിൽ തർക്കമില്ല. കാരണം എന്താണ്, SIR പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പിലെ പങ്കാളികളാകുന്ന പ്രധാനപ്പെട്ട കക്ഷികൾക്കൊന്നും ഇതിനോട് വിശ്വാസമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഉയർന്നു വരുന്ന പ്രശ്നത്തെ എന്ത് ചെയ്യണം? അതിനെ ഡൗൺ പ്ലേ ചെയ്യാൻ, അതിനെ നമ്മുടെ ദൃഷ്ടിയിൽ നിന്നില്ലാതാക്കാൻ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തുന്ന ആൾക്കാരെ ഒഴിവാക്കണം. ആ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ധ്രുവ് റാഠിയെ വെട്ടുന്നില്ല, സുബൈറിനെ വെട്ടുന്ന വെച്ചാൽ അവരൊക്കെ ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ വെട്ടുക എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വിസിബിൾ ആയിരിക്കും, ശ്രദ്ധിക്കപ്പെടില്ല. അവർ ധ്രുവ് റാഠിയുടെ അപ്പോൾ വീഡിയോ ഒഴിവാക്കി, അല്ലെങ്കിൽ സുബൈറിൻ്റെ വീഡിയോ ഒഴിവാക്കി, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞാൽ മറുപടി പറയാൻ കഴിയാതെ ചോദ്യങ്ങളെ വെട്ടിക്കളയുകയാണെന്ന് ഫീൽ വരും. പക്ഷേ താഴെ തട്ടിലേക്ക് ആരും അറിയാതെ ഇവിടെ പ്രശ്നം ഉന്നയിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ വെട്ടാനുള്ള തീരുമാനം ദേശീയ തലത്തിൽ തന്നെ എടുത്തിട്ടുണ്ടാവണം. അപ്പോൾ പോലീസ് എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും ഇവിടെ പിണറായി വിജയനും CPM ഭരിക്കുന്നതുകൊണ്ട് പൂർണ്ണമായും പോലീസ് അവരുടെ കൺട്രോളിലാണ് എന്ന്. രണ്ടർത്ഥത്തിൽ അവരുടെ കൺട്രോളിലല്ല. ഒന്ന്, പോലീസ് അല്ലെങ്കിൽ തന്നെയും ദേശീയ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലൂടെയാണ് അതിന് പോകാൻ കഴിയുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണ് അവരെന്നെ കാര്യങ്ങളെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത്, പിണറായി വിജയൻ സർക്കാരിന് പോലീസ് ഞങ്ങളുടെ കൺട്രോളിൽ അങ്ങനെ വേണമെന്ന് വലിയ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. പോലീസ് എന്തെങ്കിലും കാണിക്കട്ടെ, ആരുടെ നിയന്ത്രണത്തിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന നിലപാടിലാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ പോകുന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്ന കാര്യം. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ നേരിട്ട് അധിക്ഷേപിക്കുകയോ അവരുടെ കുടുംബത്തെ അധിക്ഷേപിക്കുകയോ അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ വല്ല കരിങ്കൊടി കാണിക്കുകയോ ഒക്കെ ചെയ്താൽ മാത്രമേ പോലീസ് അവർക്ക് വേണ്ടി പെരുമാറുന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ പോലീസ് പെരുമാറുന്നത് വേറെ ആർക്കൊക്കെ വേണ്ടിയാണ്. ഇദ്ദേഹത്തിന് ഇത് മതി, ഇദ്ദേഹം പോകുന്ന വണ്ടിയുടെ മുമ്പിൽ കരിങ്കൊടിയുമായി ചാടുന്നതിനെ ഇടിച്ചാൽ മതി. ബാക്കി പോലീസിന് എന്തോ ആകാവുന്ന മട്ടാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ പോലീസ് പ്രവർത്തിക്കുന്നതാണ്. ഉറപ്പായിട്ടും പോലീസിന് ഒരു കേന്ദ്ര നിർദ്ദേശമൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടാവണം. SIRമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായെന്ന് വെച്ചാൽ SIRനെ സംശയത്തോടെ കാണുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള ഇൻറ്റേർണൽ മെസ്സേജ് പോലീസിനുണ്ടാവും. പോലീസ് അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പായിട്ടൊന്നും കൺസൾട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. അങ്ങനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് പോലീസിന് തോന്നുന്നു ചെയ്യുന്നുണ്ടാവില്ല. എനിക്ക് തോന്നുന്ന കാര്യം അതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പോസ്റ്റുകളെല്ലാം റിമൂവ് ചെയ്യാനുള്ള നിർദ്ദേശം ആർക്ക് കൊടുക്കുന്നുണ്ടാവും? മെറ്റയ്ക്കും അതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം കൊടുക്കുന്നുണ്ടാവുന്നതാണ് ഒന്ന് വിചാരിക്കേണ്ട കാര്യം. രണ്ടാമത്തേത്, ഈ പോലീസിനെ ഇതാണ്, അതായത് പോലീസ് സർക്കാർ ഒരു നയം ഒരു സ്ഥലത്ത് പ്രസംഗിക്കും. പൗരത്വവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കും. പക്ഷേ പൗരത്വ സമരം രാജ്യത്ത് എവിടെ നടന്നാലും എന്ത് ചെയ്യും? അതിനെയെല്ലാം പോലീസ് കൈകാര്യം ചെയ്യും. ഗസയുമായി ബന്ധപ്പെട്ടും ഫലസ്തീൻ കോസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് സർക്കാർ പറയും. ഫലസ്തീൻ കോസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും തെരുവിൽ ഇറങ്ങിയാൽ അവർക്കെതിരെ വലിയ കേസെടുക്കും. സ്റ്റാർബക്സ് നേരെ നടന്നിട്ടുള്ള സമരങ്ങൾക്കെതിരെ പോലും ഗവൺമെൻറ്റിൻ്റെ പോലീസ് സ്വീകരിച്ച സമീപനം എന്താണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സർക്കാർ രാഷ്ട്രീയമായി പറയുന്ന കാര്യങ്ങളെല്ലാം രാഷ്ട്രീയ രൂപത്തിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു ഏജൻസിയായിട്ട് പോലീസ് ഇവിടെ നിൽക്കുന്നുണ്ടെന്നത് എത്രയോ കാലമായിട്ട് നമ്മുടെ ഒരു വ്യാമോഹം മാത്രമാണ്. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. സർക്കാർ രാഷ്ട്രീയം അങ്ങനെ പലതരത്തിലും പറയും. CPMൻ്റെ പാർട്ടി കോൺഗ്രസ്സിൽ അവരെല്ലാം കൂടെ കഫിയായിട്ട് വരും. അല്ലെങ്കിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഞങ്ങളതിവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറയും. ഇപ്പം തന്നെ ഇത് നമ്മൾ കാണുന്നതാണ്. ഏറ്റവും അവസാനത്തെ SIRമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉന്നയിക്കും. പക്ഷേ പോലീസ് എങ്ങനെ പെരുമാറും ചോദിച്ചാൽ SIRോട് വിമർശിക്കുന്ന ആൾക്കാരുടെ പോസ്റ്റ് നീക്കം ചെയ്യും. നാളെ ചിലപ്പോൾ അറസ്റ്റും ചെയ്തേക്കാം. എന്തും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പൗരത്വത്തിൻ്റെ കാര്യത്തിലെടുത്ത നിലപാട് സമീപനം നമുക്കറിയാം. ഫലസ്തീൻ പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സമീപനം അറിയാം.
അതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നുമില്ല. എന്താണ് സംഭവം എന്ന് വളരെ വ്യക്തമാണ്. ആരുടെ താല്പര്യമാണ് പോലീസ് നടപ്പിലാക്കുന്നത്? SIRമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ നിൽക്കണമെന്ന താല്പര്യം ആരുടെ താല്പര്യമാണ്? അത് ഒരൊറ്റ പാർട്ടിയുടെ താല്പര്യമാണ്. ആ പാർട്ടി കൊണ്ടു നടക്കുന്ന സർക്കാരിൻ്റെ താല്പര്യമാണ്. ആ സർക്കാരിൻ്റെ താല്പര്യമാണ് ഇന്ത്യയിൽ ഒട്ടാകെ നടപ്പിലാക്കുന്നത്. അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും വിധത്തിൽ പോലീസിനെ നിയന്ത്രിക്കാനും ചൊൽപ്പടിക്ക് നിർത്താനും കഴിയാത്ത ഒരു ഭരണകൂടം ഇവിടെ തുടരുന്നു എന്ന് നമുക്ക് വീണ്ടും വിചാരിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമായിട്ടാണ് ഞാനിതിനെടുക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ കേരള പോലീസ് സംഘപരിവാറിൻ്റെ ചട്ടകമാകുന്നു എന്നുള്ള ആരോപണങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ബലം കൊടുക്കുന്നതല്ലേ ഇപ്പോൾ ഉള്ള ഈ പ്രവൃത്തികളൊക്കെ? അല്ല, ഈ SIRനെതിരെ ഇപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് പേര് എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ധ്രുവ് റാട്ടി ഒക്കെ ഉദാഹരണം. ഇപ്പോൾ മോദി സർക്കാരിനെ വിമർശിക്കുന്ന ആളുകളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ, ട്വിറ്റർ ഹാൻഡിലുകളൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളത് കേന്ദ്ര സർക്കാർ നേരത്തെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ അശോക് സ്വെയിൻ എന്ന് പറയുന്ന സ്വീഡനിൽ അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്, ഒഡീഷക്കാരനാണ് അദ്ദേഹം. ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം സ്വീഡിഷ് പൗരനായിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യയിൽ വളരെ കുറച്ചേ വരാറുള്ളൂ. അറിയപ്പെടുന്നൊരു പ്രൊഫസറാണ്. അയാളുടെ ട്വിറ്റർ ഹാൻഡിൽ ഇന്ത്യയിൽ കാണാൻ പറ്റില്ല നമുക്ക്. വേറെ ഏത് രാജ്യത്ത് നമുക്ക് ആക്സസ് ചെയ്യും. കാരണം അദ്ദേഹം വളരെ ശക്തനായ മോഡി ക്രിട്ടിക്കാണ്. അത് ഇന്ത്യയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയില്ല. കുറേ വർഷങ്ങളായി, ഇപ്പോൾ 2-3 വർഷമായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഹിന്ദുത്വ വാച്ച് എന്ന് പറഞ്ഞിട്ടൊരു ട്വിറ്റർ ഹാൻഡിൽ ഉണ്ടായിരുന്നു. ഹിന്ദുത്വ വാച്ച് എന്നാൽ ഇന്ത്യയിൽ നടക്കുന്ന ഹെയ്റ്റ് ക്രൈംസ് ഡോക്യുമെൻ്റ് ചെയ്യുന്നൊരു ട്വിറ്റർ ഹാൻഡിലായിരുന്നു. അതായത് ഇന്ത്യയിൽ എവിടെ അത്തരം സംഭവങ്ങളുണ്ടെങ്കിലും അവരത് ഫ്ലാഗ് ചെയ്യുകയും അത് അവർ റെക്കോർഡ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഹിന്ദുത്വ വാച്ച് ഇപ്പോൾ കാണാനില്ല. ഇനി ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്നതിൻ്റെ വെബ്സൈറ്റ് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും? ഇല്ല. ലോകത്തും ഒട്ടുമിക്ക രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു NGO ആണ്, ഒരു മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ. ഇവിടെയുള്ള ഓഫീസുകൾ റെയ്ഡ് ചെയ്ത് പൂട്ടിച്ച് അവരെ ഇവിടുന്ന് ഓടിച്ചു എന്ന് മാത്രമല്ല, ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ വെബ്സൈറ്റ് നമുക്കിവിടെ കിട്ടില്ല. നമ്മുടെ ഇൻ്റർനെറ്റ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പരിമിതമാണ് ഇന്ത്യയിൽ. അത് നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. മുമ്പ് ഒരു 5 വർഷം മുമ്പ് വരെ നമ്മൾ സ്ഥിരമായി സന്ദർശിച്ചിരുന്ന പല വെബ്സൈറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇവിടെ ലഭ്യമല്ല. ബാൻ ചെയ്യുന്ന പോൺ സൈറ്റുകളല്ല, മനുഷ്യർ അത്യാവശ്യം മാധ്യമപ്രവർത്തകർ നിരന്തരം സന്ദർശിച്ചുകൊണ്ടിരുന്ന വെബ്സൈറ്റുകൾ കിട്ടാനില്ല. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇല്ല, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇല്ല. ഇതൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള ആഗോളതലത്തിൽ ഉള്ള ഏതെങ്കിലും റിപ്പോർട്ടുകൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല പലപ്പോഴും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഇത്തരം സെൻട്രൽ ഗവൺമെൻറ് ക്രിട്ടിക്കുകളായിട്ടുള്ള ആളുകളുടെ പ്രൊഫൈലുകൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന നടപടി. അത് കേന്ദ്ര സർക്കാർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് വളരെ ഒരു ക്യൂരിയസ് കേസാണ് കേരളത്തിലേത്. കേരളത്തിൽ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിന് ഇരയായിട്ടുള്ള ആളുകളൊന്നൊരു മുക്താർ ഉദിരംപൊയിൽ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, പിന്നെ കെന്നി ജേക്കബ് എന്ന് പറയുന്നൊരു സംഘപരിവാർ വിരുദ്ധ പോസ്റ്റുകൾ ഇടുന്ന ഒരാൾ, ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരാൾ. ഇവരുടെ എല്ലാം ഒരു കോമൺ കാര്യം എന്ന് പറഞ്ഞാൽ അവർ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നു, RSSനെ വിമർശിക്കുന്നു, സംഘപരിവാറിനെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ SIR എന്ന് പറയുന്നൊരു ഫിൽട്ടർ വെച്ചിട്ട് ഇത്തരം പോസ്റ്റുകൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണോ ചെയ്തിട്ടുള്ളത്? അതിൽ അങ്ങനെ മാത്രമല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആബിദ് അടിവാരം എന്ന് പറഞ്ഞാൽ ID തന്നെ ഇന്ത്യയിൽ കാണാൻ കഴിയില്ല, വിദേശത്ത് നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് കേരള പോലീസാണ് എന്ന നോട്ടിഫിക്കേഷനാണ് ഇത്തരം ആളുകൾക്ക് വന്നിട്ടുള്ളത്. കേരള പോലീസ് എന്തിനാണ് ചെയ്യുന്നതാണ് ചോദ്യം. അവിടെയാണ് നമ്മൾ SIR കുറേ കൂടി കേരളത്തിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി കുറച്ചുകൂടി വിശദമായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ SIR കേരളത്തിൽ നടപ്പാക്കുമ്പോൾ, അതും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് SIR നടപ്പാക്കുമ്പോൾ നിരവധി വിമർശനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് SIR പ്രായോഗികമല്ല എന്ന നിലപാടാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഉൾപ്പെടെ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. എന്നിട്ടും അത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നു. ആ നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ BLO ആത്മഹത്യ ചെയ്യുന്നു, BLOമാർ മുണ്ടുപൊക്കി കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് അതിനെതിരെ വരികയാണ്. രാജ്യത്തെമ്പാടും BLOമാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇവിടെ ആളുകൾ മുണ്ടുപൊക്കി കാണിക്കുന്നു, അയാളെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ. എന്താണ് SIRൻ്റെ കേരളത്തിലെ ഒബ്ജക്റ്റീവ് എന്നുള്ളതാണ് പ്രധാനം. ബീഹാറിൽ എന്തായിരുന്നു ഒബ്ജക്റ്റീവ് എന്നുള്ളത് റിസൾട്ട് നമുക്ക് മനസ്സിലായി. കേരളത്തിലെ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അവിടെയാണല്ലോ ഇതിൻ്റെ പ്രശ്നം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തോ വന്ന 20-ലധികം മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ SIR എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ പോലും കൺസേൺഡ് അല്ല. ഈ മണ്ഡലങ്ങളിലൊക്കെ SIR എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നുണ്ടോ? അവിടെ വോട്ട് ചേർക്കുന്നുണ്ടോ, വെട്ടുന്നുണ്ടോ? ഇത് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഈ BLOമാർ തന്നെ എല്ലാവരുടെയും വോട്ട് ചേർക്കുന്നുണ്ടോ? അവർ കാര്യക്ഷമമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഇത് പരിശോധിക്കാൻ രാഷ്ട്രീയ കക്ഷികൾക്ക് സമയമില്ല. കാരണം അവരെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പുറകിലാണ്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ അത് സ്വന്തമായിട്ട് ആ ഫോം 6 ഒന്ന് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യാമോ എന്ന് ചോദിക്കുന്ന BLOമാരുണ്ട്. അവർക്ക് സമയമില്ല. നിങ്ങൾ ചെയ്തേക്കൂ, കാരണം അവർക്ക് അതിലധികം പണിയാണ്. ഇങ്ങനെ ഇത് ആരാലും സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടാത്ത, ഒരു മോണിറ്ററിങ്ങും ഇല്ലാത്ത, പൊളിറ്റിക്കൽ മോണിറ്ററിങ്, ഞാൻ പറഞ്ഞ പാർട്ടികളുടെ മേൽനോട്ടം ഇല്ലാതെ എന്തൊക്കെയോ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് SIRനെതിരെ വിമർശനം വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ SIRനെ കുറിച്ച് മാത്രമല്ല, മൊത്തം SIRനെ കുറിച്ചുള്ള വിമർശനമാണ്. അപ്പോൾ മലയാളത്തിൽ എഴുതുന്ന ആളുകളുടെ SIR പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രശ്നമേ അല്ല. ഇപ്പോൾ മലയാളത്തിൽ എഴുതുന്ന പോസ്റ്റുകൾ ഏതായാലും ഉത്തരേന്ത്യയിൽ അത് വായിക്കാൻ പോകുന്നില്ല. അവർക്കത് പ്രശ്നമല്ല.
അപ്പോൾ അത് അങ്ങനെ പ്രശ്നമാണെങ്കിൽ, മലയാളത്തിൽ എഴുതുന്ന SIR വിരുദ്ധ പോസ്റ്റുകൾ കേന്ദ്ര സർക്കാരിന് പ്രശ്നമാണെങ്കിൽ അമൃത കരുതിയിരുന്നോളൂ, കേരളത്തിലും SIRൽ അട്ടിമറികൾ നടക്കാൻ പോവാണ് എന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം ആളുകൾ അതേക്കുറിച്ച് വിജിലൻ്റ് ആവുകയും ഈ അട്ടിമറികൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നോക്കാൻ സമയമില്ലാതെ ജനങ്ങൾ തന്നെ അത് പരിശോധിക്കാൻ തയ്യാറാൻ ചെയ്താൽ ഈ അട്ടിമറി നടക്കില്ല. പച്ച മലയാളത്തിൽ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ, SIRനെ കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ കേന്ദ്രത്തിന് പ്രശ്നമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ SIR അട്ടിമറി നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് അർത്ഥം. 2, ഇനി അതല്ല, പോലീസ് സ്വയം എടുത്തിയാടി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സ്വഭാവം പോലീസിനുണ്ട്. അതായത് സർക്കാരിൻ്റെ നയത്തിന് വിരുദ്ധമായി തന്നെ പോലീസ് എടുത്തിയാടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അത്തരം പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെടുകയും കേസെടുക്കുകയും കമ്മ്യൂണൽ എനിമിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കേസെടുത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് കുറ്റമുള്ള സ്വയം ഇറങ്ങി പുറപ്പെട്ട് കേസെടുക്കുക. അങ്ങനെയാണെങ്കിലും അതും അപകടമാണല്ലോ. ആഭ്യന്തര വകുപ്പിൻ്റെ നയം എന്താണ് അതിനോട്? SIRനോട് ആഭ്യന്തര വകുപ്പിൻ്റെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ നയം എന്താണെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. മൂന്നാമത്തെ കാര്യം, ഇതേ SIR പ്രോസസ്സിൽ കേസെടുക്കാൻ സംസ്ഥാന സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് സംസ്ഥാന സർക്കാർ വിശദീകരിക്കണം. കാരണം ഇനി സംസ്ഥാന സർക്കാരിൻ്റെ SIR നയമാണോ കേരളത്തിലെ പോലീസ് നടപ്പാക്കുന്നതെന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയൻ പറയണം. ഈ 3 കാര്യങ്ങൾ വിശദീകരിക്കപ്പെടണം. ഒന്നുകിൽ കേന്ദ്ര നയം സംസ്ഥാനത്തെ പോലീസ് നടപ്പാക്കുന്നതാണോ? ആണെങ്കിൽ അതൊരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ SIRൽ കേരളത്തിലും കുഴപ്പങ്ങളുണ്ട്. 2, കേരളം അറിയാതെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അറിയാതെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെയാണോ പോലീസ് ഇത് നടപ്പാക്കുന്നത്? എങ്കിലും കേരള പോലീസ് അതേക്കുറിച്ച് സംസാരിക്കണം. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അത് വിശദീകരിക്കണം. 3, കേരള സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ നയം അല്ലെങ്കിൽ കേരള സംസ്ഥാന സർക്കാരിൻ്റെ നയമാണോ പോലീസ് നടപ്പാക്കുന്നത്? അതും കേരള ആഭ്യന്തരമന്ത്രി വിശദീകരിക്കണം. ഇത് പോലീസിനെ നേരെ കേന്ദ്രമാണ് ഭരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ന്യായം ഇവിടെ പ്രസക്തമല്ല. അതിന് മറുപടി പറഞ്ഞേ മതിയാവും. അത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി തുറന്നു പറയണം, പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയണം. ഇനി അതല്ല, ഈ എഴുതിവിടുന്ന ആളുകൾ, ഈ SIRനെ വിമർശിക്കുന്ന ആളുകൾ ഞങ്ങളെ തന്നെയാണ് വിമർശിക്കുന്നത് കേട്ടോ എന്നാണോ നയം? അവർ ഞങ്ങളെ വിമർശിക്കാറുണ്ട് കേട്ടോ, അവരുടെ വാമൂടി കിട്ടിക്കളയാം എന്നാണോ സർക്കാരിൻ്റെ ഉന്നം? അതും വിശദീകരിക്കേണ്ടതുണ്ട്. വാ തുറക്കേണ്ടതുണ്ട്. അതിൽ SIRനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPMO സംസ്ഥാന സർക്കാരോ അതേക്കുറിച്ച് വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. SIRനെ കുറിച്ച് ഏറ്റവും കൺസേൺ കുറഞ്ഞ പാർട്ടികളിൽ ഒന്നാണ് CPM. തൃശ്ശൂരിലെ വോട്ട് ചോരി പോലും അവർക്ക് അത്ര വലിയ പ്രശ്നമായിരുന്നില്ല. സംസാരിച്ചില്ല എന്നല്ല, അത്ര വലിയ പ്രശ്നമായിരുന്നില്ല. ഇപ്പോൾ നോക്കുക, ഈ SIRനെ കുറിച്ച് CPI പോലും ഒന്നും മിണ്ടുന്നില്ല. തൃശ്ശൂരിൽ അതിൻ്റെ ഇരയായി മാറിയ CPI പോലും ഇപ്പോൾ SIRനെ കുറിച്ച് മിണ്ടുന്നില്ല. SIRനെ കുറിച്ച് CPIക്കും പ്രശ്നമില്ല. പ്രതിപക്ഷ കക്ഷികൾക്ക് തന്നെ ശബ്ദമില്ല. ആരൊക്കെയോ എവിടെ നിന്ന് പറയുന്നതാണ്, അവർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ്. പക്ഷേ CPMനും CPIക്കും അതേക്കുറിച്ച് ലെസ് കൺസേൺഡ് ആണ് അവർ. ഇത് ദുരൂഹമാണ്. ഈ ദുരൂഹമായ ഈ സംശയത്തിൻ്റെ നിഴലിൽ നേട്ടം കൊയ്യുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-2 സ്ഥാനത്ത് വന്ന സ്ഥലങ്ങളിൽ BJP ആയിരിക്കും. സംശയങ്ങൾ ഇപ്പോഴും നിരവധിയാണ്. ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം അത് തന്നെയാണ് അത്യാവശ്യം.